സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുമുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ ഈ വചനത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ധർമ്മദാനത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചുമാണ്. നമ്മൾ ധർമ്മദാനം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയോ മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുവാൻ വേണ്ടിയോ ആയിരിക്കരുത് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്നുള്ള ഈ വചനവാക്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റാരും അറിയാതെ തന്നെ ആയിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ധർമ്മദാനം ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയാകാതെ നമ്മൾ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഭിക്ഷ കൊടുക്കുക. പ്രാർത്ഥനയെക്കുറിച്ചും ഇപ്രകാരം വചനം പറയുന്നു: കപടനാട്യക്കാരെ പോലെ നമ്മൾ സിനഗോഗുകളിലോ തെരുവീതികളുടെ കോണുകളിലോ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ പോലെ ആയിരിക്കരുത്. വിജാതീയരെ പോലെ അതിഭാഷണവും അരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് നമ്മളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഉപവാസത്തെക്കുറിച്ചും ഇപ്രകാരം പറയുന്നു: കപടനാട്യക്കാരെ പോലെ നമ്മൾ ഉപവസിക്കുമ്പോൾ വിഷാദം ഭാവിക്കരുത്. നമ്മൾ ഉപവസിക്കുന്നത് ദൈവം മാത്രം അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണം, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ആയിരിക്കരുത്. ഈ നോമ്പ് കാലത്ത് നമ്മളുടെ ധർമ്മദാനവും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്